ഇന്ത്യക്കെതിരായ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടങ്ങാനിരിക്കെ ശ്രീലങ്കയ്ക്ക് അടുത്ത തിരിച്ചടി. സൂപ്പർ താരം ബിനു ഫെർണാണ്ടോ ഈ മത്സരത്തിൽ നിന്ന് പുറത്തായതാണ് ലങ്കയ്ക്ക് തിരിച്ചടിയായത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച താരം ആദ്യ 2020 ഉണ്ടാകില്ല എന്ന വിവരം ശ്രീലങ്ക ക്രിക്കറ്റാണ് പുറത്തുവിട്ടത്. പരമ്പരയിൽ ശ്രീലങ്കയുടെ ബോളിംഗ് ആക്രമണത്തിലെ പ്രധാനിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന കളിക്കാരനാണ് ബിനുര. ഇത്തവണ ലങ്ക പ്രീമിയർ ലീഗിൽ ഉജ്ജ്വല ഫോമിലായിരുന്നു താരം. ടൂർണമെന്റിൽ കാൻഡി സ്ട്രൈക്കേഴ്സിന്റെ താരമായിരുന്നു ബിനുര. 8 കളികളിൽ നിന്ന് 6.81 എക്കണോമിയിൽ പന്തെറിഞ്ഞ് 13 വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു. ആദ്യ T20യിൽ നിന്ന് പുറത്തായ ബിനുര ഫെർണോക്ക് പകരക്കാരനായി വലം കയ്യൻ ഓഫ് സ്പിന്നർ രമേഷ് മെൻഡിസിനെ ശ്രീലങ്കൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ ലങ്ക പ്രീമിയർ ലീഗിൽ പക്ഷേ ദയനീയ പ്രകടനമായിരുന്നു മെൻഡിസിന്റേത്. കാൻഡി ഫാൽക്കൺസിന് വേണ്ടി കളിച്ച അദ്ദേഹത്തിന് 6 കളികളിൽ നിന്ന് 4 വിക്കറ്റുകൾ മാത്രമായിരുന്നു നേടാൻ സാധിച്ചത്. അന്താരാഷ്ട്ര T20യിൽ നിന്ന് 2 മത്സരങ്ങൾ മാത്രം കളിച്ച് പരിചയവുമായാണ് അദ്ദേഹം ടീമിലേക്ക് വന്നിരിക്കുന്നത്. അതേസമയം ഇത് 3ാമത്തെ ശ്രീലങ്കൻ താരമാണ് ഇന്ത്യക്കെതിരായ T20 പരമ്പരയ്ക്ക് മുൻപ് പുറത്തായിരിക്കുന്നത്. പേസ് ബൌളർമാരായ ദുഷ്മന്ത ചമീരയും നുവാൻ തുഷാരയുമാണ് പരമ്പരയിൽ നിന്ന് ആദ്യം പുറത്തായ താരങ്ങൾ. ദുഷ്മന്ത ചമീരയ്ക്ക് ബ്രോങ്കൈറ്റിസ് ബാധിച്ചതിനാലും നുവാൻ തുഷാരയ്ക്ക് വിരലിന് പരിക്കേറ്റതിനാലുമാണ് ഈ പരമ്പര നഷ്ടമായത്. ഇരു ടീമുകളും തമ്മിലുള്ള T20 മത്സരത്തിന്റെ ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യ ശ്രീലങ്കയെ നേരിടാനൊരുങ്ങുകയാണ്. 2020 ലോകകപ്പ് 2024 ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം ലങ്കൻ ടീം ഒരു മത്സരവും കളിച്ചിട്ടില്ല. അതേസമയം ഇന്ത്യ 2020 ലോകകപ്പ് നേടി. കൂടാതെ 5 മത്സരം 2020 പരമ്പരയിൽ സിംബാബ്വേയുടെ 4-1 പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ ടീമിന്റെ പുതിയ നായകനായി നിയമിതനായ കോച്ച് ഗൗതം ഗംഭീറിന്റെ അരങ്ങേറ്റ പരമ്പരയാണിത്. ഹാർദിക് പാണ്ഡ്യയെ തരം താഴ്ത്തിയ BCCI 20 പരമ്പരയ്ക്കുള്ള ടീമിന്റെ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെയും ഉപനായകനായി ശുംഭാൻ ഗില്ലിനെയും തെരഞ്ഞെടുത്തു. 2020 ലോകകപ്പിൽ പാണ്ഡ്യ രോഹിത്തിന്റെ ഡെപ്യൂട്ടി ആയിരുന്നു. എന്നാൽ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം ഹാർദിക്കിന് കാര്യമായ വെല്ലുവിളികൾ നേരിട്ടതിനാലാണ് രോഹിത്തിന്റെ പിൻഗാമിയായി സൂര്യകുമാർ യാദവിനെ തിരഞ്ഞെടുത്തത് എന്ന് അജിത് അഗാർക്കർ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിശീലന സെഷനിൽ ഹാർദിക് ലെഗ് സ്പിൻ ബൗൾ ചെയ്യുന്നത് കണ്ടു. ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് പേടിക്കാൻ ഒന്നുമില്ലാത്തതിനാൽ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തിയേക്കാം. ഹാർദിക് ലെഗ് സ്പിൻ ചെയ്യുന്നത് ഒരുപക്ഷെ ആരാധകർക്ക് കാണാൻ കഴിഞ്ഞേക്കും. 3 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ ഹാർദിക്കിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഏകദിന പരമ്പരയിൽ നിന്ന് വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹം BCCIയോട് ഇടവേള ആവശ്യപ്പെട്ടിരുന്നു. പരിശീലകനായി ഗൗതം ഗംഭീറിന്റെയും സ്ഥിരം ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിന്റെയും അരങ്ങേറ്റ ടൂർണമെന്റാണിത്. ടീമിന്റെ മലയാളി താരം സഞ്ജു സാംസൺ 11ൽ വരുമോ എന്നതാണ് ആകാംക്ഷ. ചരിത് അസലങ്കയാണ് ശ്രീലങ്കൻ ടീമിന്റെ ക്യാപ്റ്റൻ. 3 2020 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. സിംബാബ്വേക്കെതിരായ T20 പരമ്പര നേടിയ ടീമിലെ ഭൂരിഭാഗം താരങ്ങളും T20 ടീമിലുണ്ട്. അഭിഷേക് ശർമ്മയും ഋതുരാജ് ഗോയക്വാദുമാണ് T20 ടീമിലുടനീളം നഷ്ടമായവർ. ഇന്ത്യൻ ടീമിന്റെ സാധ്യത 11ലേക്ക് വരുമ്പോൾ സഞ്ജു കളിക്കുമോ എന്നുള്ള സംശയമാണ്. ഓപ്പണിംഗിൽ യശസ്വി ജയ്സ്വാളും വൈസ് ക്യാപ്റ്റൻ ശുംഭാൻ ഗില്ലും തന്നെയാകും ഇറങ്ങുക. ലോകകപ്പിലേതുപോലെ 3ാം നമ്പറിൽ ഇന്ത്യക്കായി ഋഷഭ് പന്ത് കളിക്കും. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആകും 4ാം നമ്പറിൽ. ലോകകപ്പിൽ വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യയാകും മധ്യനിരയിൽ പേസ് ഓൾറൗണ്ടായി കളിക്കുന്നത്. ഫിനിഷറുടെ റോളിംഗിന് വേണ്ടി സഞ്ജുവിനൊപ്പം റിങ്കു സിംഗും മത്സരിക്കും. ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 2020 പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത്. 2ാം മത്സരം ഞായറാഴ്ചയും 3ാം മത്സരം ചൊവ്വാഴ്ചയും നടക്കും. 3 മത്സരങ്ങൾക്കും പല്ലക്കേല അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് വേദിയാകുന്നത്.